തിയോഫിൻ ഇപ്പോൾ മൃതദേഹം വീട്ടിൽ എത്തിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. വീട്ടിൽ പൊതുദർശനമില്ല എങ്കിൽ തന്നെയും ആയിരക്കണക്കിന് ആളുകളായിരിക്കും ഒരു നോക്ക് തങ്ങളുടെ ശ്രീനിയേട്ടനെ കാണുവാൻ അവിടെ തടിച്ചുകൂട്ടിയത്, അല്ലേ? സിന്ദൂരി 4:45 കൂടിയാണ് ശ്രീനിവാസൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. കാരണം അതുവരെ 5 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, 4 മണി വരെ 3 മണി വരെയാണ് പൊതുദർശനം ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ കൂടി ആ തിരക്ക് കാരണം അത് അല്പം കൂടി നീട്ടേണ്ടി വന്നു. അങ്ങനെ 4 മണി വരെ പൊതുദർശനം. അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് എത്തിച്ചു. 4:45 കൂടി മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിയിരുന്നു. ഇവിടെ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി പേർ ഇവിടെ കാത്തു നിന്നിരുന്നു. അതിൽ പൊതുദർശനത്തിനായി അവിടെ ടൗൺ ഹാളിലേക്ക് പോകാൻ കഴിയാതിരുന്നവരുണ്ട്, നടന്മാരുണ്ട്. അവിടെ ടൗൺ ഹാളിലേക്ക് എത്താൻ കഴിയാതിരുന്ന നടന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ ഇവിടെ വീട്ടിലേക്ക് പലപ്പോഴും എത്തിയിരുന്നു. നടനും സാഹിത്യകാരനുമായ VK ശ്രീരാമൻ, ഒപ്പം നടൻ രാമു, സംവിധായകൻ ജയരാജ് ഒക്കെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ജയരാജ് അകത്തുണ്ട്. VK ശ്രീരാമൻ വന്ന് പുറത്തേക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഒട്ടേറെ കർഷകരുണ്ട്. അതായത് ശ്രീനിവാസൻ്റെ ഈ കണ്ടനാടുള്ള വീട്ടിൽ, ഇദ്ദേഹത്തിൻ്റെ ഈ വീടിനോട് സമീപം ഈ കണ്ടനാട് ഒരു കാർഷിക മേഖലയാണ്. ഇവിടെയുള്ള ഒരുപാട് കർഷകർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായുണ്ട്. ആ സുഹൃത്തുക്കളായ കർഷകരൊക്കെ ഇവിടെ നേരത്തെ തന്നെ വീടിനോട് ചേർന്ന വീടിൻ്റെ ഒരുക്കങ്ങൾ, ഇപ്പോൾ നാളത്തെ ചടങ്ങിന് അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ അതിഥികൾ വൈകിട്ട് വരുന്നവർക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയുള്ള പന്തൽ ക്രമീകരണങ്ങളൊക്കെയായി ഇവിടെ ഒട്ടേറെ പേർ കാത്തു നിന്നിരുന്നു. അങ്ങനെ അവർ ഒരു തങ്ങളുടെ കുടുംബാംഗത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലൊരു വീട്ടിലെ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ ഒരുങ്ങി നിൽക്കും. ഒരു വീട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ അതിനൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് വീട്ടിലുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവരിന്ന് വൈകുന്നേരം അദ്ദേഹത്തോടൊപ്പം, അല്ലെങ്കിൽ ഭൗതിക ശരീരം, കാരണം ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. അപ്പോൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി ചികിത്സയ്ക്ക് ഡയാലിസിസിന് വേണ്ടി പോകുമ്പോഴായിരുന്നു രോഗം അല്പം കൂടി കലശലാവുകയും അതിനെ തുടർന്നാണ് തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കപ്പോഴേക്കും അന്ത്യം സംഭവിക്കുകയായിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ചികിത്സ തുടർന്നുകൊണ്ടിരുന്നു. മലയാള സിനിമയിലേക്ക് ഒരു പഴയതുപോലെ തന്നെ ആരോഗ്യം സംഭരിച്ച് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പ്രതീക്ഷിതമായാണ് ആ വിയോഗം. അതുകൊണ്ട് തന്നെ ഈ വിയോഗത്തിൽ ഏറെ വിഷമം കുടുംബാംഗങ്ങൾക്കുമുണ്ട്. കുടുംബങ്ങൾക്ക് ഇനിയുള്ള മണിക്കൂറുകൾ അവർക്കൊരു സ്വകാര്യമായി വളരെ അടുത്ത ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്ക് ഒപ്പം ഇരിക്കാനും അടുത്ത ബന്ധുക്കൾക്കും വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും വന്ന് കാണാൻ കൂടിയുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പൊതുദർശനമില്ലാതെ വീട്ടിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. രാത്രി കുടുംബാംഗങ്ങൾ ഒപ്പം ഇരിക്കാനുള്ളൊരു ദിവസം. നാളെ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് ഈ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആ രീതിയിലൊരു ക്രമീകരണം. ഒട്ടേറെ പ്രമുഖർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരൊക്കെ എറണാകുളം ടൗൺ ഹാളിൽ നടത്തിയ പൊതുദർശനത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. മുഖ്യമന്ത്രി എത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, പ്രമുഖ നടന്മാർ, താരങ്ങൾ, സംവിധായകരൊക്കെ എത്തിയിരുന്നു. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഏറെ വേദനയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഓർമ്മിച്ചത്, ശ്രീനിവാസനെക്കുറിച്ച് ഓർമ്മിച്ചത്. കാരണം വലിയ നഷ്ടമാണ് അദ്ദേഹത്തിനുണ്ടായത്. അധികം ഒരു ആഴത്തിലുള്ള സൗഹൃദം ഇരുവരും തമ്മിലുണ്ടായിരുന്നു. വേദനകളെ, ഒരുപക്ഷെ സാധാരണക്കാരൻ്റെ വേദനകളെ അത് നർമ്മത്തിൽ ചാലിച്ച് പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കലാകാരൻ, നടൻ എന്ന നിലയിലൊക്കെ അത്തരം വേദനകളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ ശ്രീനിവാസന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു താരം എന്ന രീതിയിലല്ല ശ്രീനിവാസനെ പ്രേക്ഷകർ കണ്ടിരുന്നത്. ഒപ്പം മറ്റ് സഹതാരങ്ങളും സമൂഹത്തിലെ മറ്റു പ്രമുഖരൊക്കെ, ഒരുപക്ഷെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലുള്ളവരുമായി, സാംസ്കാരിക പ്രവർത്തകരുമായി ഒക്കെ വളരെ ഒരു അടുത്ത ബന്ധവും സൗഹൃദവും ഒക്കെ ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു. ഈ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തത്ര തിരക്കായിരുന്നു. ഒട്ടേറെ സാധാരണക്കാരും അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖരും സാങ്കേതിക പ്രവർത്തകരും താരങ്ങളും ഒക്കെ എത്തിയിരുന്നു. ഒടുവിൽ 4 മണിയോടുകൂടി അവിടെയുള്ള പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം കണ്ടനാട്ടുള്ള വസതിയിലേക്ക് കൊണ്ടുവന്നു. ഉദയംപേരൂരിൻ്റെ സമീപം കണ്ടനാടാണ് വീട്. ഈ വീടിനോട് അടുത്ത് ഇതൊരു കാർഷിക പ്രദേശമാണ്. ഇവിടെയാണ് ശ്രീനിവാസൻ്റെ കൃഷി. കാരണം ഏറ്റവും തിരക്കിലുള്ള സമയത്തായിരുന്നിട്ട് പോലും കൃഷിക്ക് മേൽനോട്ടം വഹിക്കാനും കൃഷി നടത്താനും ഒക്കെ ഒരു സമയം കണ്ടെത്തിയിരുന്നു. വലിയ സന്ദേശം കർഷകർക്കുൾപ്പെടെ അദ്ദേഹം പകർന്നു നൽകുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെയുള്ള കർഷകർ തന്നെ പറയുന്നു, ഒരാൾ തിരക്കുള്ളത് കൊണ്ട് സ്വന്തമായി കൃഷി നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കുന്നതിന് സാധിക്കില്ല എന്ന് പറയുന്നത് അത് തെറ്റായ ചിന്തയാണ്. അത് പ്രാവർത്തികമാണ്, യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അത് പ്രായോഗികമായി തെളിയിച്ച വ്യക്തിയാണെന്നുള്ളൊരു കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓർമ്മകൾ കൂടി ഈ കർഷകർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒട്ടേറെ പേർ അദ്ദേഹത്തെ കാണാനായി ഇങ്ങനെ വന്നും വലിയ തിരക്ക് ഇല്ലെങ്കിൽ കൂടി ആ തിരക്കിലേക്ക് തുടക്കത്തിൽ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ വീടിനുള്ളിലാണ്. വീടിനുള്ളിലേക്ക് വളരെ അടുത്ത വ്യക്തികൾ, ഈ പ്രദേശത്തെ കണ്ടനാട് പ്രദേശത്തുള്ളവർ, അതോടൊപ്പം തന്നെ നാട്ടിലൊക്കെ
അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ടൗൺ ഹാളിലേക്ക് എത്താൻ കഴിയാതിരുന്നവരൊക്കെ ഒറ്റപ്പെട്ട് വീട്ടിലേക്ക് വന്ന് ഒരു നോക്ക് അദ്ദേഹത്തെ കണ്ടു മടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ കണ്ടു മടങ്ങുന്നുണ്ട്. ഇനിയും നിരവധി പേർ വരാനിരിക്കുന്നു. എന്തായാലും രാത്രി നമ്മൾ ഈ മറ്റ് ഒരു വലിയ തിരക്കില്ലാതെ ഉള്ള, അതായത് പൊതുദർശനം വെച്ചിട്ടില്ല എങ്കിൽ കൂടി വളരെ അടുപ്പമുള്ളവർക്ക് വ്യക്തിപരമായ ഈ മൃതദേഹം അവസാനമായിരുന്നു ഒക്കെ കാണാനുള്ള ഒരു സൗകര്യം അത് പ്രധാനമായും വീട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ സംസ്കാരം ഉള്ളൊരു സമയം നാളത്തേക്ക് വെച്ചിട്ടുള്ളതിനൊരു കാരണം കൂടി അതാണ്. കാരണം ഇന്ന് രാവിലെ ഈ തിരക്കേറി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോയി കുടുംബാംഗങ്ങൾക്ക് ഒപ്പം ഇരിക്കാനുള്ളൊരു സമയം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഒരു സമയം അദ്ദേഹത്തിനോടൊപ്പം കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു രാത്രി കൂടി അദ്ദേഹത്തിന് ആ വീട്ടിൽ, കാരണം രാവിലെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയ മനുഷ്യൻ, അദ്ദേഹത്തിന് ജീവനറ്റ ദേഹമാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഒരു അവസാന ഒരു രാത്രി കൂടി അതിൻ്റെ മൃതദേഹം ഇവിടെ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രാത്രി കൂടി വീട്ടിൽ തങ്ങണമെന്ന ആഗ്രഹം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകണമെന്ന ആഗ്രഹം, ആ വീട്ടുകാരുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എല്ലാ തിരക്കുകളും, പൊതുദർശനവും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അതെല്ലാം കഴിഞ്ഞ ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമയമാണ്. അതിനുശേഷം നാളെ രാവിലെ 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപവാസികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കർഷകരും ഒക്കെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.